ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള ഏതാ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. എക്സാമിന് ഒരു 40% മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവുക ഈ ഒരു തിയറി ഏരിയയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ അല്ലേ? ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 4 മൊഡ്യൂളേ ഉള്ളൂ. ആ 4 മൊഡ്യൂൾ കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് വേണം പോവാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു ഏരിയ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന തിയറി ഏരിയ സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നോട്ടുകൾ നിങ്ങളൊരു സെക്കൻഡറി ഡാറ്റ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. എപ്പോഴും നമ്മുടെ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ ആണ്. തീർച്ചയായിട്ടും സ്റ്റഡി മെറ്റീരിയൽ തന്നെ വായിച്ച് പഠിക്കുക. എക്സാമിന്റെ സമയമാകുമ്പോൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു PDF-കൾ ഉപയോഗിക്കുക. ഓക്കെ, റെഡി ആണോ എല്ലാവരും? കുറച്ച് തിയറി ഭാഗമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത്യാവശ്യം ബോറടിപ്പിക്കാതെ തന്നെ ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആക്കിയാണ് പറയുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 8 ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് തുറന്നു വെച്ചോളൂ കേട്ടോ. എന്താണ് സ്ട്രാറ്റജി? നിങ്ങളുടെ വ്യൂ പോയിന്റിൽ എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ചില സ്ട്രാറ്റജീസ് ഒക്കെ പ്രയോഗിക്കുന്നവരായിരിക്കും അല്ലെ? എന്താണത് സംഗതി? നോക്കി, സ്ട്രാറ്റജി ഈസ് ആൻ ആക്ഷൻ ദാറ്റ് മാനേജേഴ്സ് ടേക്ക് ടു അറ്റൈൻ വൺ ഓർ മോർ ഓഫ് ദി ഓർഗനൈസേഷൻ ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജേഴ്സ് എടുക്കുന്ന ഒരു ആക്ഷൻ ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തിനുള്ള ആക്ഷൻ? ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗോൾസ് ഉണ്ടാവും. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് ചില സമയങ്ങളിൽ എടുക്കുന്ന ഒരു ആക്ഷനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്ട്രാറ്റജി ഈസ് ടു മാക്സിമൈസ് ആൻ ഓർഗനൈസേഷൻസ് strength and to minimize the strength of the competitors. എന്താണ് സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവ്? ഒരേ സമയം നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് കൂട്ടുകയും മാക്സിമൈസ് ചെയ്യുകയും അതേസമയം തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രെങ്ത് മിനിമൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവാണ് ആർക്കുള്ളത്? സ്ട്രാറ്റജിക്ക്. പറഞ്ഞ മനസ്സിലായോ? ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. സെയിം ടൈം നമ്മൾക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അല്ലെ, ഓപ്പോസിറ്റ് സൈഡിൽ. അവരുടെ സ്ട്രെങ്ത് എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യുകയും വേണം. ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയുടെ. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. ക്ലിയർ ആണോ സ്ട്രാറ്റജി എന്താണെന്ന്? ശരി, സ്ട്രാറ്റജിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്ട്രാറ്റജിയുടെ ഫീച്ചർ, ഫസ്റ്റ് വൺ, ഫോർസൈറ്റ്, ദീർഘവീക്ഷണം. സ്ട്രാറ്റജീസ് ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഫോർമുലേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദീർഘവീക്ഷണത്തോടെ ആയിരിക്കും അതെന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, അതൊരു ഫീച്ചറാണ്. ഡീൽസ് വിത്ത് ലോങ് ടേം ഡെവലപ്മെന്റ്സ്. ഒരിക്കലും സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക ഷോർട്ട് ടേം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മീഡിയം ടേം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കില്ല. എപ്പോഴും സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ലോങ് ടേം ഡെവലപ്മെന്റ് മുന്നിൽ കണ്ടാണ്. സോ സ്ട്രാറ്റജി ഡീൽ ചെയ്യുന്നത് ലോങ് ടേം ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ലിയർ? ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഡീൽ ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ എപ്പോഴും ഒരുപോലെ ആയിരിക്കുമോ? കോമ്പറ്റീറ്റേഴ്സിന് നമ്മളോടുള്ള ബിഹേവിയർ
ഒരുപോലെ ആയിരിക്കും എപ്പോഴും? അല്ല, തീർച്ചയായിട്ടും വ്യത്യാസപ്പെടും. സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് കസ്റ്റമേഴ്സിന്റെ ആണെങ്കിലും കോമ്പറ്റീറ്റേഴ്സിന്റെ ആണെങ്കിലും ബിഹേവിയർ മാറും. സോ അതിനെ ഓവർകം ചെയ്യുന്ന തരത്തിൽ, അതിനെ ഡീല് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജി. ക്ലിയർ? ഫോർത്ത് വൺ, റോഡ് മാപ്പ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ റോഡ് മാപ്പ് ആണെന്ന് പറയും. അതായത് വിഷനും മിഷനും ഓർഗനൈസേഷന്റെ ഡയറക്ഷനും എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഏതെന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ റോഡ് മാപ്പാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ? വായിച്ചു നോക്കിക്കോളൂ, വായിച്ചു നോക്കൂ. 4 പോയിന്റ്, സിമ്പിൾ ആയിട്ടുള്ള 4 പോയിന്റേ ഉള്ളൂ. വായിച്ചു നോക്കൂ. വായിച്ചോ? വായിച്ച് കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ. അടുത്ത സബ് ഹെഡിങ്ങിലേക്ക് പോവാണ്. ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ. സ്ട്രാറ്റജിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, കൺസേൺഡ് വിത്ത് ലോങ് ടേം ഡയറക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരിക്കലും സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കില്ല. അവർ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് ലോങ് ടേമിലേക്കായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ട്രൈയിങ് ടു അച്ചീവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നല്ലൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് അതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് നിസ്സംശയം പറയാം. നല്ലൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് ഇത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്കറിയാം അത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത്. ഓക്കെ, സോ സക്സസ് ആണെങ്കിൽ അതിലൂടെ നമ്മൾ എന്താണ് നേടിയെടുക്കുന്നത്? അവിടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് നേടിയെടുക്കുന്നത്. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിച്ചിരുത്താനായിട്ട് പറ്റും. ഓക്കെ, തേർഡ് വൺ, കൺസേൺഡ് വിത്ത് ദി സ്കോപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ട്രാറ്റജി കൺസേൺ വിത്ത് ദി സ്കോപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഗോൾസ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും, അവരുടേതായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇത് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ഫോർമുലേറ്റ് ചെയ്യാൻ? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ. അതുപോലെ ഓർഗനൈസേഷന്റെ എൻറ്റയർ സ്കോപ്പ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നാലാമത്തെ പോയിന്റ് എന്താ? മാച്ചിങ് ദ റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് ടു ദി എൻവയോൺമെന്റ്. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് റിസോഴ്സസുകൾ ഉണ്ടാവും അല്ലെ. അതുപോലെ പല ആക്ടിവിറ്റീസുകൾ ചെയ്യേണ്ടി വരും, പല പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അതിലൂടെ എല്ലാം കടന്നു പോയതിനു ശേഷമാണ് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ സർവീസ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റുക. സോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജി ഈ റിസോഴ്സസുകളുമായിട്ടും ഈ ഒരു ആക്ടിവിറ്റീസുകളുമായിട്ടും അല്ലെങ്കിൽ പ്രോസസ്സുകളുമായിട്ടും ഒക്കെ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട്, ഒരു ഔട്ട്കം നമുക്ക് കിട്ടുള്ളൂ. എൻവയോൺമെന്റുമായിട്ട് മാച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. സ്ട്രാറ്റജി പ്ലസ് റിസോഴ്സസ് പ്ലസ് ആക്ടിവിറ്റീസ് മൂന്നും തമ്മിൽ മാച്ച് ചെയ്യണം. ക്ലിയർ? അഞ്ചാമത്തെ പോയിന്റ് എന്താ? ക്യാപിറ്റലൈസിംഗ് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് കോമ്പീറ്റൻസീസ് ടു ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റി. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകളും കോമ്പീറ്റിംഗ് പവേഴ്സും ഒക്കെ നമ്മൾ ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്യാപിറ്റലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാക്സിമം മുതലാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് മുതലാക്കണ്ടേ? ടു ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകളും അതുപോലെ കോമ്പീറ്റിംഗ് പവറും ഒക്കെ നമ്മൾ മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യണം, മാക്സിമം മുതലാക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്ട്രാറ്റജിയിലൂടെ ഇതെല്ലാം സാധ്യമാവുന്നുണ്ട്. റിക്വയർസ്, അടുത്ത പോയിന്റ്, റിക്വയർസ് മേജർ റിസോഴ്സ് ചേഞ്ചസ്. ഒരു പുതിയ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മേജർ ആയിട്ടുള്ള റിസോഴ്സ് ചേഞ്ചസ് ഒക്കെ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ചിലപ്പോൾ
സ്കിൽഡ് ആയിട്ടുള്ള കൂടുതൽ ലേബേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പുതിയ പുതിയ മിഷനറീസ്, വലിയ വലിയ എക്യുപ്മെന്റുകൾ, പുതിയ പുതിയ ടൂൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ മേജർ റിസോഴ്സ് ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സോ അതും സ്ട്രാറ്റജിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. സ്ട്രാറ്റജി അഫക്ട്സ് ഓപ്പറേഷണൽ ഡിസിഷൻ. ഒരു പുതിയ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിലവിൽ നടത്തുന്ന ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡിസിഷൻസിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നേക്കാം. സോ സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഓപ്പറേഷണൽ ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്, മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം എന്നതാണ് പറയുന്നത്. ഇതൊക്കെ അതിന്റെ ഒരു സ്വഭാവമാണ്. വായിച്ചു നോക്കി, 7 പോയിന്റുകളേ ഉള്ളൂ. വായിച്ചു നോക്കിയാട്ടെ, എന്തുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കി. വായിക്കാൻ പറയുന്ന സമയത്ത് വായിച്ചോണേ കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റീവ് ആയിരിക്കണം, വേറെ ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവല്ലേ. വായിച്ചു കഴിഞ്ഞോ? വായിച്ച് കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ. ഞാൻ അടുത്തേക്ക് പോവാണേ കേട്ടോ. നോക്കി, അടുത്തെന്താ, കോൺസിക്വൻസസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി. സ്ട്രാറ്റജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലെ, സ്വഭാവങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ആ സ്വഭാവങ്ങൾ കൊണ്ട് ചില കോൺസിക്വൻസസ് സംഭവിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് പോയിന്റ്, കോംപ്ലക്സ് ഇൻ നേച്ചർ. ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിറ്റുവേഷൻസ് ഓഫ് അൺസർട്ടനിറ്റി. ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ സ്ട്രാറ്റജിയൊക്കെ ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ചില അൺസർട്ടൺ ഇവന്റ്സ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബിസിനസ് സെക്ടർ ഒരു താഴ്ചയിലേക്ക് പോകാനുള്ള, തകർച്ചയിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, കോവിഡ് മഹാമാരിയുടെ കാര്യം പറയാം. നല്ല രീതിയിൽ റൺ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന പല ബിസിനസ്സുകാരും ബിസിനസ് നിർത്തേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അൺസർട്ടൺ ആയിട്ടുള്ള ഇവന്റ് അവിടെ സംഭവിച്ചതുകൊണ്ട് അല്ലേ. നല്ല രീതിയിൽ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തൊക്കെ പോയവർ വരെ തകർച്ചയിലേക്ക് പോയി, ബിക്കോസ് ആ ഒരു അൺസർട്ടൺ ഇവന്റ് അവിടെ നടന്നതുകൊണ്ട് കേട്ടോ. സോ അതൊരു കോൺസിക്വൻസസ് ആണ്. ദെൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട്, നല്ല റിസോഴ്സസുകൾ ഉണ്ട്, അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ഒന്നിച്ച് നല്ലൊരു കോർഡിനേഷനോടുകൂടി പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ, ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി നല്ലതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഫോർത്ത് വൺ, റിലേഷൻഷിപ്പ് ആൻഡ് നെറ്റ്വർക്ക്സ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എംപ്ലോയീസ്. ഈ 3 ലെവലിലുള്ള എംപ്ലോയീസുകൾ തമ്മിലും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം.
ഒരു ഓർഗനൈസേഷൻ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ലെവലിലുള്ള എംപ്ലോയീസും അറിഞ്ഞിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ അതിന്റെ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ പുറത്തുള്ള സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ, നല്ലൊരു നെറ്റ്വർക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ചേഞ്ച് ആണ്. കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിനനുസൃതമായി വേണം നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യാൻ, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ. ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും അറിഞ്ഞു വേണം നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ. ഓക്കെ, വായിച്ചു നോക്ക്. കോൺസിക്വൻസസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി. വായിച്ചെങ്കിൽ നമുക്ക് അടുത്തേക്ക് വരാം. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? Strategic management is the management of an organization's resources to achieve its goals and objectives. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെയോ മാനേജ്മെന്റ് ആണ്. എന്തിനെ മാനേജ് ചെയ്യുക? ഓർഗനൈസേഷന്റെ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക. എന്തിനു വേണ്ടി? ഓർഗനൈസേഷന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി. പറഞ്ഞ മനസ്സിലായോ? ഓർഗനൈസേഷന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷണൽ റിസോഴ്സസുകളെ മാനേജ് ചെയ്യുന്ന മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, എ സ്ട്രാറ്റജിക് മാനേജർ മേ ഓവർസീ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലാൻസ് ആൻഡ് ഡിവൈസ് വേസ് ഫോർ ഓർഗനൈസേഷൻസ് ടു മീറ്റ് ദെയർ ബെഞ്ച്മാർക്ക് ഗോൾസ്. ഒരു സ്ട്രാറ്റജിക് മാനേജർ എന്താ ചെയ്യുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റിലുള്ള സ്ട്രാറ്റജിക് മാനേജർ എന്താ ചെയ്യുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലാൻസ് ഉണ്ടാവും. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലാൻസ് സൂക്ഷ്മമായി പരിശോധിച്ച് ഗോൾസിലേക്ക് എത്താൻ പാകത്തിനുള്ള വഴികൾ തുറന്നു കൊടുക്കുക. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലാൻസ് ഉണ്ടാവും. നമ്മുടെ സ്ട്രാറ്റജിക് മാനേജർ എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഗോൾസിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതാണ് സംഗതി സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. വായിച്ചു നോക്ക്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രാറ്റജിക് മാനേജർ എന്താണെന്ന് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സിമ്പിൾ അല്ലേ? വായിച്ചു. വായിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കിതാ അഡ്വാൻറ്റേജിലേക്ക് പോവാം. അഡ്വാൻറ്റേജസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് അവർക്ക് ഉണ്ടാവുക? ഫസ്റ്റ് പോയിന്റ്, ഡിസ്ചാർജസ് ബോർഡ് റെസ്പോൺസിബിലിറ്റി. എന്താ സംഗതി? വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ഓർഗനൈസേഷൻ പെട്ടെന്നൊരു അൺസേർട്ടൺ ഇവന്റ് അവിടെ സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പുതിയ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും, അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളൊന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അവരെ ഒന്ന് താഴേക്ക് ഇറക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് അവിടെ നമ്മൾ പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ, ഫോഴ്സസ് ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ്. അതെന്താ സംഗതി? ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഞങ്ങളുടെ കോളേജിലെ കാര്യം തന്നെ എടുക്കാം, ഞങ്ങളുടെ വൈസ് ചെയർമാന്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ അവിടെ ഫസ്റ്റ് ഇയേഴ്സിൽ അത്യാവശ്യത്തിൽ കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട്. ഒരു 600-ലും കൂടുതൽ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്. 3ഉം 4ഉം ബാച്ച് വെച്ചൊക്കെ ഉണ്ട്, BBA, BCom, BCA എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ക്ലാസ് ടൈമിനിടയ്ക്ക് ഫാക്കൽറ്റി മീറ്റിംഗ് വൈസ് ചെയർമാന്റെ ക്യാബിനിൽ അദ്ദേഹം വെക്കാറുണ്ട്. വേറൊന്നിനുമല്ല, ഇത്രയും കുട്ടികൾ ഈ വർഷം ഉണ്ടെങ്കിൽ പോലും അടുത്ത വർഷം എന്താകും എന്നുള്ളത് ആലോചിച്ച് പുള്ളിക്ക് ഇപ്പോഴേ ടെൻഷനാണ്.
അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കുട്ടികളെ കോളേജിലേക്ക് കൊണ്ടുവരാം, അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള മീറ്റിംഗ് ഇടയ്ക്ക് വെക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കോഴ്സസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് പുറകോട്ടേക്ക് മാറി ഒന്ന് ബാക്കിലേക്ക് വന്ന് ഫ്യൂച്ചറിലേക്കുള്ളത് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അതാണ് ഉദ്ദേശം. പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഫ്രെയിംവർക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുക. ഫോർത്ത് പോയിന്റ്, സപ്പോർട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബൈയിങ്. മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ഒരിക്കലും ടോപ്പ് ലെവൽ എംപ്ലോയീസിനെ മാത്രമല്ല ഉൾപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും അവിടെ മിഡിൽ ലെവൽ എംപ്ലോയീസിനെയും ലോവർ ലെവൽ എംപ്ലോയീസിനെയും ഉൾപ്പെടുത്തണം. അവരുടെ ഒപ്പീനിയൻസും കൂടെ സ്വീകരിച്ച് വേണം അവസാനത്തെ ഡിസിഷൻ എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഒരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താ, അവരുടെ എക്സ്പെർട്ടൈസും അവരുടെ സ്കില്ലും അവരുടെ നോളജും കൂടി നമ്മൾ സ്വീകരിക്കുകയാണ് അല്ലേ. സോ അത്തരത്തിൽ സ്വീകരിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തുകയാണെങ്കിൽ അതിനൊരു ലൈഫ് ഉണ്ടാവും. അതുകൊണ്ടാണ്. എനേബിൾസ് മെഷർമെന്റ് ഓഫ് പ്രോഗ്രസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിലൂടെ പ്രോഗ്രസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പോയിന്റ് എന്താ, പ്രൊവൈഡ്സ് ആൻ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ്. ഒരിക്കലും ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടോ ഒരു പർട്ടിക്കുലർ സെക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കില്ല, ഒരു എൻറ്റയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടായിരിക്കും. അതാണ് ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കി, 6 പോയിന്റുകളുണ്ട്, വായിച്ചു നോക്കി. വായിച്ചു. അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും അല്ലെ. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഡിസഡ്വാൻറ്റേജ്. ദ ഫ്യൂച്ചർ ഡസ് നോട്ട് അൺഫോൾഡ് ആസ് ആന്റിസിപ്പേറ്റഡ്. നമ്മൾ ദീർഘവീക്ഷണം നടത്തിയാണ് സ്ട്രാറ്റജി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷേ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ അതുപോലെ തന്നെ ആവണമെന്നില്ല. നേരെ കടകടിക്കുകയും ചെയ്യാം അല്ലെ, നേരെ റിവേഴ്സ് സംഭവിക്കുകയും ചെയ്യാം അല്ലെ. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതുപോലെ ലോങ് ടേം ബെനിഫിറ്റ് വെസസ് ഇമ്മീഡിയറ്റ് റിസൾട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണെങ്കിൽ ഒരിക്കലും അത് ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ കിട്ടില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, സ്ട്രാറ്റജി എന്തിനാ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജി ഡീൽ ചെയ്യുന്നത് എന്തിനെയാണ്, ലോങ് ടേം ഡെവലപ്മെന്റിനെയാണ്. ഒരിക്കലും ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നോക്കുക വേണ്ട സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. ദെൻ ഇംപാക്ട്സ് ഫ്ലെക്സിബിലിറ്റി. ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊന്നും സ്ട്രാറ്റജി മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അത്ര ഫ്ലെക്സിബിൾ അല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മളൊരു ഫ്യൂച്ചർ ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് പ്രോസസ്സിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ട് സ്ട്രാറ്റജി മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അതത്ര പോസിബിൾ ആവില്ല. പോസിബിൾ ആവും, പക്ഷെ അതിനനുസൃതമായിട്ട് ചെലവും ഉണ്ടാവും. അതാണ് പറയുന്നത്. വായിച്ചു നോക്കുക. 4 പോയിന്റേ ഉള്ളൂ ഡിസഡ്വാൻറ്റേജ്. വായിച്ചു. ദ ഫ്യൂച്ചർ ഡസ് നോട്ട് അൺഫോൾഡ് ആസ് ആന്റിസിപ്പേറ്റഡ്. അതായത് ഫ്യൂച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത രീതിയിൽ വരുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എക്സ്പെൻസീവ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റും സ്ട്രാറ്റജിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. ലോങ് ടേം ബെനിഫിറ്റ് വെസസ് ഇമ്മീഡിയറ്റ് റിസൾട്ട്. ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ അത് സാധ്യമാവുകയില്ല. അതുപോലെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഒരു പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുതിയൊരു സ്ട്രാറ്റജി
ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമില്ല. നടക്കും, പക്ഷേ എക്സ്പെൻസീവോ, ഇരട്ടി ചെലവാണ്. സ്ട്രാറ്റജിയിൽ കണ്ടിന്യൂസ്ലി എന്താണ് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനൊന്നും സാധ്യമാവുകയില്ല. ഡിസഡ്വാൻറ്റേജ് വായിച്ചോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 7 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. എന്തിനാണ് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആവശ്യകത എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഡിസ്കവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൂടിയേ തീരുള്ളൂ. സ്ട്രെങ്ത് ആണെങ്കിലും ശരി, വീക്ക്നെസ് ആണെങ്കിലും ശരി, ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സ് കേട്ടോ, അതും ഓർത്തിരിക്കുക. സെക്കൻഡ് പോയിന്റ്, ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റീസ്, അതായത് പുറത്തുനിന്ന് വരുന്ന ഓപ്പർച്യൂണിറ്റീസും പുറത്തുനിന്ന് വന്നേക്കാവുന്ന ത്രെറ്റ്സും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് രണ്ടും, ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ത്രെറ്റ്സ് ആണെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, പുറത്തുനിന്ന് വരുന്നതാണ്. ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പുറത്തുനിന്നല്ല വരുന്നത്. അതുപോലെ കോമ്പറ്റീറ്റേഴ്സ്, ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഉണ്ടാവുക, ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് അതിനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഐഡന്റിഫൈ ചെയ്യാനും നമ്മളെ ആര് സഹായിക്കും? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സഹായിക്കും. Then develop the objectives and goals as per strength and opportunities. സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും എന്ന് പറയുന്നത് പോസിറ്റീവ് വൈബുകളാണ് അല്ലെ. സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസ് എന്നും പറയുന്നത് പോസിറ്റീവ് വൈബുകളാണ്. വീക്ക്നെസ്സും ത്രെറ്റ്സ് എന്നും പറയുന്നത് നെഗറ്റീവ് വൈബുകളാണ്. ഈ സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കി ഒബ്ജക്റ്റീവ്സും ഗോൾസും സെറ്റ് ചെയ്യാൻ ആര് നമ്മളെ സഹായിക്കും? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സഹായിക്കും. പറഞ്ഞ മനസ്സിലായോ? സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും പോസിറ്റീവ് വൈബുകളാണെന്ന് ഞാൻ പറഞ്ഞു. അത് മനസ്സിലാക്കി ഒബ്ജക്റ്റീവ്സും ഗോൾസും ഡെവലപ്പ് ചെയ്യാൻ ആരാ സഹായിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് സഹായിക്കുന്നത്. ദെൻ ഇംപ്ലിമെന്റ് ചേഞ്ചസ് ടു ഓവർകം വീക്ക്നെസ്സസ് ആൻഡ് ത്രെറ്റ്സ്. വീക്ക്നെസ്സും ത്രെറ്റും നെഗറ്റീവ് വൈബുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് വൈബുകൾ. ഇതൊക്കെ ഓവർകം ചെയ്യാനുള്ള ചേഞ്ചസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരാണ് സഹായിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് സഹായിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? വീക്ക്നെസ്സും ത്രെറ്റുകളും രണ്ടും നെഗറ്റീവ് വൈബുകളാണ്. ഇത് ഓവർകം ചെയ്യാൻ നമ്മൾ ചില ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ട്. ആ ചേഞ്ചസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് സഹായിക്കുന്നത്. പ്രൊവൈഡ് വിഷൻ, മിഷൻ ഓർ ഡയറക്ഷൻ ടു ദി ഓർഗനൈസേഷൻ. ഫ്യൂച്ചറിന് വേണ്ടി ഓർഗനൈസേഷന്റെ വിഷൻ, മിഷൻ, അതുപോലെ തന്നെ ഡയറക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ വിഷനും മിഷനും ഡയറക്ഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ബിൽഡ് എ ഡൈനാമിക് ആൻഡ് സ്ട്രോങ് ഓർഗനൈസേഷൻ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഡൈനാമിക് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഡൈനാമിക് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഡൈനാമിക് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ചസുകൾ വരുത്താനായിട്ട് പറ്റും. പെട്ടെന്നൊരു ട്രെൻഡ് മാറുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കോമ്പറ്റീഷൻ അവരെ അഫക്ട് ചെയ്യുന്നില്ല. അവർക്ക് മാർക്കറ്റിൽ അവരുടെ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. വായിച്ചു നോക്കുക. 6 പോയിന്റ് ഉള്ളൂ. വായിച്ചു. ആറ് പോയിന്റ് വായിച്ചു. പഠിച്ചോ? ഇപ്പൊ തന്നെ പഠിച്ചു പോകാന്നല്ലേ ഉള്ളൂ.
വായിച്ചോ? വായിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. വായിച്ച് കഴിയാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ. ഉഷാറാണോ എല്ലാവരും? പവറാണേ. നിങ്ങൾക്ക് പവർ ഉണ്ടെങ്കിൽ എനിക്ക് പവർ ഉള്ളൂ കേട്ടോ. ആ ശരി, അടുത്തേക്ക് പോവാം. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ചാർട്ട് രൂപത്തിൽ ഞാൻ തന്നിട്ടുണ്ട്. ഈ ചാർട്ടിലൂടെ എൻറ്റയർ പ്രോസസ് എനിക്ക് പറഞ്ഞു പോകാനായിട്ട് പറ്റും. നോക്കിക്കോളൂ. നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിൽ മെയിനായിട്ട് 5 സ്റ്റെപ്പുകളാണുള്ളത്. 5 സ്റ്റെപ്പുകളാണുള്ളത്. അതിനെ 2 ഫേസ് ആയിട്ട് അങ്ങ് തിരിക്കുകയാണ്. ഫേസ് 1 എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഫേസ് 2 എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. ഫേസ് 1 എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഫേസ് 2 എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. ഫേസ് 1 അതായത് സ്ട്രാറ്റജി ഫോർമുലേഷനിൽ 3 സ്റ്റെപ്പുകൾ വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂ കറണ്ട് സിറ്റുവേഷൻ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂ കറണ്ട് സിറ്റുവേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിലവിലെ മിഷൻ എന്താണ്, വിഷൻ എന്താണ്, നിലവിലെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, അനലൈസ് ഓർഗനൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അനലൈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതാണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാ. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ലേ, അത് മനസ്സിലാക്കുക, അത് അനലൈസ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സിറ്റുവേഷൻ റിവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് വിഷൻ എന്താണ്, മിഷൻ എന്താണ്, നിലവിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നിലവിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, റിവ്യൂ ചെയ്യുക. ദെൻ ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അതായത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും. SWOT അനാലിസിസ് എന്ന് പറയും. അത് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചോളാം. സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. ഡെവലപ്പ് ന്യൂ സ്ട്രാറ്റജീസ്, അതായത് ചിലപ്പോൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആയിരിക്കാം നമുക്ക് ആവശ്യമായിട്ട് വരിക, അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രാറ്റജീസ് ആയിരിക്കാം. ഏതാണോ ഏതാണോ ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ, ഏതാണോ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി, അത് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി, അത് ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ ഫേസ് 1 കഴിഞ്ഞു, സ്ട്രാറ്റജി ഫോർമുലേഷൻ, 3 സ്റ്റെപ്പുകൾ അതിൽ വരുന്നതാണ്, അത് കഴിഞ്ഞു. അടുത്ത ഇംപ്ലിമെന്റേഷൻ ആണ്. ഫേസ് 2 ഇംപ്ലിമെന്റേഷൻ ആണ്. സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, പുട്ടിംഗ് സ്ട്രാറ്റജീസ് ഇൻ ടു ആക്ഷൻ. സ്ട്രാറ്റജീസ് ആക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്, പ്രാക്ടീസിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുട്ടിംഗ് സ്ട്രാറ്റജീസ് ഇൻ ടു ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, then അവസാനം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം. സ്ട്രാറ്റജിക് കൺട്രോൾ, അതുപോലെ എന്തെങ്കിലും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിൽ റിന്യൂവൽ നടത്തണമെന്നുണ്ടെങ്കിൽ റിന്യൂവൽ നടത്തുക. ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതെന്താ എഴുതാൻ പാട്, എന്തെങ്കിലും പാടുണ്ടോ? സിമ്പിൾ അല്ലേ, വായിച്ചു നോക്ക്. ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. വായിച്ചു നോക്ക്. വായിച്ചോ?
വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തിലേക്ക് പോവാം. എന്ത് പറയുന്നു? ഹലോ, വായിച്ചു കഴിഞ്ഞോ? എന്നാ ബായോ, താഴേക്ക് വാ. വിഷൻ. എന്താണ് വിഷൻ? നിങ്ങൾ പലയിടങ്ങളിലും ഇതിനോടകം വിഷൻ എന്നുള്ളൊരു വേർഡ് കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് മനസ്സിലായിരുന്നോ? അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായിരുന്നോ? ഇല്ല. ഇതാ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് എ ലോങ് ടേം വ്യൂ, ആസ്പിറേഷൻ, പൊസിഷൻ ഇൻ ഫ്യൂച്ചർ. നമ്മളൊക്കെ CMA ആസ്പിറൻസ് ആണല്ലേ. നമ്മളൊക്കെ CMA-കാരനോ CMA-കാരിയോ ഭാവിയിലാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷന്റെ കാര്യം. അവര് ഇതുപോലെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഒരു 20 വർഷം ആയിക്കോട്ടെ കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ അവരുടെ ഓർഗനൈസേഷൻ ഇന്ന പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, ഇന്ന ലെവലിൽ എത്തണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് എഴുതി വെച്ചിരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം വ്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ലോങ് ടേം വ്യൂ, ആസ്പിറേഷൻ, പൊസിഷൻ ഇൻ ഫ്യൂച്ചർ. A vision statement describes what a company desires to achieve in the long run, generally in a time frame of 5 to 10 years or sometimes even longer. നമ്മൾ പറഞ്ഞ കാര്യമാണ്, വായിച്ചു കൊടുത്തോളൂ. സൗണ്ട് വരുന്നു, സൗണ്ട് വരുന്നു കേട്ടോ, സൗണ്ട് വരുന്നു. വായിച്ചോ? നെക്സ്റ്റ് വൺ, കീ എലമെന്റ്സ് ഓഫ് എ ഗുഡ് വിഷൻ. ഒരു നല്ല വിഷന്റെ എലമെന്റുകൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആയിരിക്കും അതിനുണ്ടാവുക? ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും. ഗുഡ് വിഷൻ എന്ന് പറയുമ്പോൾ അത് മുമ്പോട്ടാണ് ചിന്തിക്കുക, ഒരിക്കലും ബാക്കിലേക്ക് ചിന്തിക്കില്ല. ഫോർവേഡ് ലുക്കിംഗ് ആണ്. ദെൻ മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻസ്പിറേഷണൽ. അവിടെയുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും, അവരെല്ലാം ഇൻസ്പയർ ചെയ്യും. നല്ലൊരു വിഷൻ. അതുപോലെ ഒരു വിഷനിൽ കമ്പനിയുടെ കൾച്ചറും കോർ വാല്യൂസും ഒക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. കമ്പനിയുടെ കൾച്ചറും കമ്പനിയുടെ കോർ വാല്യൂസും ഉണ്ട്, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. കൾച്ചർ എന്താണ്, കോർ വാല്യൂസ് എന്താണെന്നൊക്കെ നമ്മൾ പിന്നീടുള്ള മൊഡ്യൂൾസുകളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. aimed at bringing benefits and improvements to the organization in the future. ഒരു നല്ല വിഷന്റെ എയിം എന്താണ്? ബെനിഫിറ്റ്സ് ബ്രിങ് ചെയ്യുക, ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷനെ ഫ്യൂച്ചറിലേക്ക് എക്വിപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദെൻ ഡിഫൈൻസ് എ കമ്പനീസ് റീസൺസ് ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് വേർ ഇറ്റ് ഈസ് ഹെഡിങ്. വിഷനിൽ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്തിനാണ് കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത്? അതിന്റെ റീസൺ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിഫൈൻ ചെയ്തിരിക്കുക. എന്തിനാണ് നമ്മുടെ ഈ കമ്പനി, എന്തിനാണ് ഇത് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാ? വിഷനിലാണ്. വായിച്ചു നോക്ക്, കീ എലമെന്റ്സ് ഓഫ് എ ഗുഡ് വിഷൻ. വായിച്ചോ? അടുത്തിലേക്ക് പോവാം. ഒരു ഒറ്റ മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് വായിച്ചു. വിഷനോട് ചേർത്ത് വായിച്ചു കേട്ടോ. വിഷൻ എന്താണെന്നും അതിന്റെ കീ എലമെന്റ്സ്.
വായിച്ചു കഴിഞ്ഞോ? എങ്കിൽ ഇതാ ഇവിടെ മൈക്രോസോഫ്റ്റിന്റെ വിഷനും മിഷനും വാല്യൂസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അയക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. മൈക്രോസോഫ്റ്റിന്റെ മിഷനും വാല്യൂസും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ബെനഫിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ വിഷൻ. വിഷന്റെ ബെനഫിറ്റ്സ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഈ ഒരു 6 പോയിന്റ് എഴുതുക. പിന്നെ ഒരു കാര്യം, ചെറിയൊരു എക്സ്പ്ലനേഷൻ ഓരോ പോയിന്റിനും കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻസ്പയറിംഗ് ആൻഡ് എക്സിലറേറ്റിംഗ്. നല്ലൊരു വിഷൻ നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ട് എങ്കിൽ അത് അവിടുത്തെ എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യും. എക്സിലറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലരാക്കും എന്നുള്ളതാണ്. ദെൻ ക്രിയേഷൻ ഓഫ് കോമൺ ഐഡന്റിറ്റി. ജനറൽ പബ്ലിക്കിനിടയിൽ ഒരു കോമൺ ഐഡന്റിറ്റി നമ്മുടെ ആ ഒരു കമ്പനിക്ക് ഉണ്ടാവും, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അതുപോലെ വിഷൻ എന്ന് പറയുമ്പോൾ അത് കോമ്പറ്റീറ്റീവ് ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം. കോപ്പി അടിക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരാളുടെ വിഷൻ എടുത്ത് നമ്മൾ എഴുതി വെക്കാൻ പാടില്ല. അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, യുണീക്കും ആയിരിക്കണം. ദെൻ ഫോസ്റ്റർ റിസ്ക് ടേക്കിംഗ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. നല്ലൊരു വിഷൻ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവും. അതുപോലെ ലോങ് ടേം തിങ്കിങ്ങിന് അവർ കൂടുതൽ ഊന്നൽ നൽകും. അതുപോലെ വിഷൻ, നല്ലൊരു വിഷൻ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ജനറൽ പബ്ലിക്കിന്റെ വിശ്വാസ്യത, ഇന്റഗ്രിറ്റി നേടിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ 6 പോയിന്റ്. വായിച്ചു, സിമ്പിൾ ആയിട്ടുള്ള 6 പോയിന്റ്. എന്തെങ്കിലും പാടുണ്ടോടാ? വായിച്ചു നോക്ക്. ബെനിഫിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് എ വിഷൻ. ഓക്കെ, അടുത്തിലേക്ക് പോവാം. പർപ്പസസ് ഓഫ് സ്ട്രാറ്റജിക് വിഷൻ. സ്ട്രാറ്റജിക് വിഷന്റെ പർപ്പസുകൾ എന്താണ്? പ്രൊവൈഡ് ദ ഡയറക്ഷൻ ദാറ്റ് കമ്പനി വാണ്ട് ടു ഫോളോ. കമ്പനി ഫോളോ ചെയ്യേണ്ട ഡയറക്ഷൻ ആരാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? സ്ട്രാറ്റജിക് വിഷൻ ആണ് പ്രൊവൈഡ് ചെയ്തത്. ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്താലാണ് ഓർഗനൈസേഷന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ആരാ? ഈ ഒരു സ്ട്രാറ്റജി. ഐഡന്റിഫൈ ദ നീഡ് ഓഫ് ചേഞ്ചിങ് ഫ്രം എക്സിസ്റ്റിംഗ് ഡയറക്ഷൻ. നമ്മൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ഷനിൽ പോയാൽ കമ്പനിയുടെ ഗോൾസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന ഡയറക്ഷനിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ വരുത്തണോ, ഡയറക്ഷൻ മാറ്റണോ എന്നുള്ളതിന്റെയൊക്കെ നീഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, എന്നുള്ളതിന്റെയൊക്കെ ആവശ്യകത നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തിലൂടെയാണ്? സ്ട്രാറ്റജിക് വിഷനിലൂടെയാണ്. ക്രിയേറ്റ് പാഷനേറ്റ് എൻവയോൺമെന്റ്. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഓർഗനൈസേഷന് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം. എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് അവരുടെ വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള വർക്കിംഗ് കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവർക്ക് വേണ്ട റിഫ്രഷിംഗ് ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കണം. വെൽഫെയർ മെഷേഴ്സ് കൊടുക്കണം. അതാണ് പറയുന്നത് ഒരു പാഷനേറ്റ് എൻവയോൺമെന്റ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ക്രിയേറ്റിവിറ്റി എമംഗ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ക്രിയേറ്റിവിറ്റി കൂട്ടത്തക്ക രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ പ്രൊമോട്ട് ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഇത്രയാണ് സ്ട്രാറ്റജിക് പർപ്പസ്. 5 പോയിന്റ് പെട്ടെന്ന് വായിച്ചോ. 5 പോയിന്റുകളേ ഉള്ളൂ, പെട്ടെന്ന് വായിച്ചാട്ടെ.
5 പോയിന്റുകൾ വായിച്ചോ. അടുത്തത് മിഷൻ. മിഷനും നിങ്ങൾ മിഷന്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് മിഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ. ഇതെന്താ ഐഡിയ എന്താണെന്നുള്ളത്. എ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ കൺസൈസ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻസ് റീസൺ ഫോർ ഓർഗനൈസേഷൻ എന്തിനാണ് നിലകൊള്ളുന്നത്, അതിന്റെ റീസൺ ആണ് മിഷൻ സ്റ്റേറ്റ്മെന്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഓർഗനൈസേഷൻസ് പർപ്പസ് ആൻഡ് ഇറ്റ്സ് ഓവറോൾ ഇന്റൻഷൻ. എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ? ഓർഗനൈസേഷന്റെ പർപ്പസ് എന്താണ്, അതുപോലെ അവരുടെ ഓവറോൾ ഇന്റൻഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? മിഷൻ സ്റ്റേറ്റ്മെന്റിലാണ്. ഇറ്റ് ഈസ് യൂഷ്വലി വൺ സെന്റൻസ് ഓർ എ ഷോർട്ട് പാരഗ്രാഫ്. യൂഷ്വലി ഒരു സെന്റൻസ് ആവാം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആവാം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? കമ്പനിയുടെ കൾച്ചർ, വാല്യൂസ്. ഒന്നുകൂടെ പറയാം, മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൺസൈസ് എക്സ്പ്ലനേഷൻ ആണ്. എന്തിന്റെ എക്സ്പ്ലനേഷനാണ്? എന്തിനാണ് ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്, അതിന്റെ റീസൺ എന്താണ് എന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. അതിനെ കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു? ഓർഗനൈസേഷന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഓവറോൾ ഇന്റൻഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇത് യൂഷ്വലി ഒരു വൺ സെന്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഷോർട്ട് പാരഗ്രാഫ് ആയിരിക്കാം. ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിൽ കമ്പനിയുടെ കൾച്ചർ ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും, എത്തിക്സ്. ഇവിടെ ആമസോണിന്റെ മിഷനും വിഷനും ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിക്കൊള്ളുക. എക്സാമ്പിളിനായിട്ട് തന്നതാണ്. സമയം പോലെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. മിഷൻ ഇൻക്ലൂഡ്സ്. മിഷൻ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞു. അത് കൂടാതെ ഡെഫിനിഷൻ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ്. ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ ഡെഫിനിഷൻ മിഷനിൽ ഉണ്ടാവും, മിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. അതുപോലെ ടെക്നോളജി യൂസ്ഡ് ടു ഡെവലപ്പ് ദീസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, സർവീസ് ആണെങ്കിലും ശരി, ഇത് ഡെവലപ്പ് ചെയ്യാൻ ഏതൊക്കെ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ടൈപ്സ് ഓഫ് മാർക്കറ്റ്, ഏതൊക്കെ മാർക്കറ്റിലാണ് നമ്മൾ ഇത് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഡീറ്റെയിൽസ് ഉണ്ടാവും. ദെൻ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എന്താണ്, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണ്, അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്റ്റിങ്റ്റീവ് കോമ്പീറ്റൻസീസ് അല്ലെങ്കിൽ സുപ്പീരിയർ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് സംഗതി? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാളും വേറിട്ട് നിൽക്കുകയാണ്. ചില ഫാക്ടേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ ഉള്ളതുകൊണ്ട് ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ സുപ്പീരിയർ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് കോമ്പറ്റൻസീസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടർ നമ്മുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ ഉള്ളതുകൊണ്ട് അവരെക്കാളും മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ആയിരിക്കും കൂടുതൽ അവൈൽ ചെയ്യുക, ഈ ഒരു ഫാക്ടർ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട്. പറഞ്ഞ മനസ്സിലായോ? അത്തരത്തിലുള്ള ആ ഫാക്ടറിനെയാണ് നമ്മൾ ഡിസ്റ്റിങ്റ്റീവ് കോമ്പീറ്റൻസീസ് അല്ലെങ്കിൽ സുപ്പീരിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? വായിച്ചു നോക്കി. മിഷൻ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ? ഹലോ, വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. നോക്കി, ഫോർമുലേഷൻ ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്?
എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് ബിസിനസ് കേപ്പബിലിറ്റീസ്. എക്സിസ്റ്റിംഗ് ബിസിനസ് കേപ്പബിലിറ്റീസിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ എന്ത് തയ്യാറാക്കാൻ, സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ഫോളോ ദ ലോങ് ടേം സ്ട്രാറ്റജി പ്രിൻസിപ്പിൾ. മിഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ലോങ് ടേം സ്ട്രാറ്റജി പ്രിൻസിപ്പിൾസ് ആണ്. ഒരിക്കലും ഷോർട്ട് ടേം, മീഡിയം ടേം പ്രിൻസിപ്പിൾ അല്ല, ലോങ് ടേം സ്ട്രാറ്റജി പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് മേക്കിംഗ് ഷുഡ് നോട്ട് ബി ദ ഓൺലി മിഷൻ ഓഫ് ഓർഗനൈസേഷൻ. ഒരിക്കലും പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കരുത് ഓർഗനൈസേഷന്റെ ഓൺലി മിഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരിക്കലും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമായിരിക്കരുത് ഏതൊരു ഓർഗനൈസേഷന്റെയും മെയിൻ എയിം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വെൽത്ത് മാക്സിമൈസേഷൻ വേണം, അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നതാണ്, ഷുഡ് നോട്ട് ബി ദ പ്രോഫിറ്റ് മേക്കിംഗ് ഷുഡ് നോട്ട് ബി ദ ഓൺലി മിഷൻ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ മിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമാവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് ബിസിനസ് എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസ്. ബിസിനസിന്റെ എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കണം, ലോജിക്കൽ എക്സ്റ്റൻഷൻ ആയിരിക്കണം പുതിയ മിഷൻ സ്റ്റേറ്റ്മെന്റ്. ശരിയല്ലേ? ലോജിക്കലി അല്ല എക്സ്റ്റൻഷൻ നടത്തുന്നത് എങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ? കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് കേപ്പബിലിറ്റീസിലാണ് നമ്മൾ എക്സ്റ്റൻഷൻ നടത്തുന്നത്. സോ അത് ലോജിക്കൽ ആയാലേ കാര്യങ്ങൾ മുമ്പോട്ട് സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ പോവില്ല, ഒരു ബന്ധവും ഇല്ലാതായി പോകും രണ്ടും തമ്മിൽ, അല്ലേ? അതാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി പ്രസന്റ് ദ ഫ്യൂച്ചർ ഓറിയന്റേഷൻ ഓഫ് ബിസിനസ്. മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. പ്രസന്റ് ദ ഫ്യൂച്ചർ ഓറിയന്റേഷൻ ഓഫ് ബിസിനസ്. ഫ്യൂച്ചറിനെ മുൻനിർത്തി വേണം, ഫ്യൂച്ചറിനെ കൂടെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് അച്ചീവബിൾ മിഷൻ. മിഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അച്ചീവബിൾ ആയിരിക്കണം, അത് നേടിയെടുക്കാനായിട്ട് പറ്റണം. നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ എ ഫോം ദാറ്റ് ഇറ്റ് ബിക്കംസ് ദി മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ടു എവരി മെമ്പർ ഓഫ് ഓർഗനൈസേഷൻ. മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കേണ്ടത് ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനെയും മോട്ടിവേറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് ഈ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റിന് പ്രവർത്തിക്കാനായിട്ട് പറ്റണം. ഓക്കെ, ദെൻ മിഷൻ സ്റ്റേറ്റ്മെന്റ് വൺസ് ഫോംഡ് ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു എവരി മെമ്പർ ഓഫ് ഓർഗനൈസേഷൻ. കണ്ടോ, മിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, ഇൻഫോംഡ് ആയിരിക്കണം അവര്. ദെൻ ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് സൊസൈറ്റി. മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം മിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. വായിച്ചു നോക്ക്. വായിച്ചോ. ഓക്കെ അല്ലേ? വായിച്ചല്ലോ എല്ലാം. താഴേക്ക് വരാം. മിഷൻ വേഴ്സസ് പർപ്പസ്. എന്താണ് പർപ്പസ്? ദ ടേം പർപ്പസ് വാസ് യൂസ്ഡ് ബൈ സം സ്ട്രാറ്റജിസ്റ്റ്
ചില സ്ട്രാറ്റജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പർപ്പസ് എന്ന് പറയുന്നത്. അറ്റ് സം പ്ലേസസ് ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ സിനോണിമസ് ടു മിഷൻ. ചില സാഹചര്യങ്ങളിൽ മിഷന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പർപ്പസ്. പർപ്പസ് എക്സ്പ്രസ്ഡ് ഇൻ managerially meaningful terms indicating exactly what kind of activities the organization intends to engage in now and future. Organization ഇപ്പോഴും ഫ്യൂച്ചറിലും എൻഗേജ് ചെയ്യേണ്ടത് ഏത് തരം ആക്ടിവിറ്റീസിലാണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പർപ്പസ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ദ ഓർഗനൈസേഷൻ intends to engage in now and future. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നിലവിൽ നിങ്ങൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മീനിങ് ഫുൾ ടേം ആണ് എന്തെന്ന് പറയുന്നത് പർപ്പസ് എന്ന് പറയുന്നത്. വായിച്ചു ചോദിക്കും, അതത്രേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നും ഇല്ല പർപ്പസിനെ പറ്റിയിട്ട് പറയാനായിട്ട്. ടെക്സ്റ്റിലും എന്താണ് മീനിങ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത് പഠിച്ചാൽ മതി. Next one, objectives, goals and targets. Objectives are performance targets which organizations wants as result or outcomes in the specified period. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കമ്മിനെയാണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ഓർഗനൈസേഷൻസ് ആഗ്രഹിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കമ്മിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Objectives achievements are used as benchmark of organization performance and success. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ്മെന്റ്സ് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് വരും വർഷങ്ങളിൽ. Then objectives are formed from vision and mission statement of organization. ഒബ്ജക്റ്റീവ്സ് എങ്ങനെ ഫോം ചെയ്യുന്ന ഓർഗനൈസേഷന്റെ വിഷൻ അതുപോലെ മിഷൻ സ്റ്റേറ്റ്മെന്റുകളിലൂടെ ഉപയോഗിച്ചിട്ടാണ് ഒബ്ജക്റ്റീവ്സ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഷുഡ് നൈദർ ബി ടു ബ്രോഡ് നോട്ട് ബി ടു നാരോ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരുപാട് ബ്രോഡ് ആയിരിക്കരുത്, അതുപോലെ ഒരുപാട് നാരോവും ആവാൻ പാടില്ല. ഒരുപാട് വലുതും ആയിരിക്കരുത്, ഒരുപാട് ചെറുതുമായിരിക്കരുത് എന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ബ്രോഡ് ഇറ്റ് വിൽ ബിക്കം മീനിങ്ലെസ്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ മീനിങ്ലെസ് ആണ്, പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാതായി പോകും. നാരോ ആണെന്നുണ്ടെങ്കിലോ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് പലതും റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മീനിങ്. ടു ബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ മീനിങ്ലെസ് ആണ്, നാരോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചില റെസ്ട്രിക്ഷൻസ് വരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ആക്ടിവിറ്റീസ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നു. പിന്നെ എങ്ങനെയായിരിക്കണം? പ്രിസൈസ് ആയിരിക്കണം. ദ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രിസൈസ്. ഒരുപാട് വലുതുമാകാൻ പാടില്ല, ഒരുപാട് ചെറുതുമാകാൻ പാടില്ല, ഇടുങ്ങിയതാവാൻ പാടില്ല, വൈഡ് ആവാനും പാടില്ല. എങ്ങനെയായിരിക്കണം? പ്രിസൈസ് ആയിരിക്കണം, ഒപ്റ്റിമം ആയിരിക്കണം കേട്ടോ. ഏത്? മിഷൻ സ്റ്റേറ്റ്മെന്റ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ബൈ ഈച്ച് മെമ്പർ ഓഫ് ഓർഗനൈസേഷൻ. ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷന്റെ എല്ലാ മെമ്പേഴ്സും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, എല്ലാ മെമ്പേഴ്സിനും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഷുഡ് ബി മെഷറബിൾ ആൻഡ് കൺട്രോളബിൾ. ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഷുഡ് ബി റിലേറ്റഡ് ടു ടൈം ഫ്രെയിം. ടൈം ഫ്രെയിം ഉണ്ടാവും. സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഔട്ട്കം, ആ ഒരു റിസൾട്ടിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ഒബ്ജക്റ്റീവ്സ് ചലഞ്ചിങ് ആയിരിക്കണം. ടു ബി കോൺക്രീറ്റ് ആൻഡ് സ്പെസിഫിക്, ഉറപ്പുള്ളതായിരിക്കണം, അതുപോലെ സ്പെസിഫിക് ആയിരിക്കണം. ടു ബി ഫോംഡ് വിതിൻ ദ കൺസ്ട്രെയിൻസ്, എല്ലാ റെസ്ട്രിക്ഷൻസും എല്ലാ കൺസ്ട്രെയിൻസിനും ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ്സ് ഫോം ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ഷുഡ് മോട്ടിവേറ്റ് പീപ്പിൾ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുമായിരിക്കണം. ഇത്രയാണ് പറയാനുള്ളത്. വായിച്ചോളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ്.
6 പോയിന്റ് അല്ലെ. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഒക്കെ നിങ്ങൾ പഠിച്ചോണം നന്നായിട്ട്. കഴിഞ്ഞോ? വായിച്ചോ? അടുത്തതിലേക്ക് പോവാം. കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് ഇന്റന്റ്. ഹിയർ ഇന്റന്റ് റെഫേഴ്സ് ടു ഇന്റൻഷൻ. ഇവിടെ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എ കമ്പനീസ് സ്ട്രാറ്റജിക് ഇന്റന്റ് ക്യാൻ ഹെൽപ്പ് ഇൻ മെനി വേസ് ടു ദ കമ്പനീസ് ലൈഫ്. ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിക് ഇന്റന്റ് കമ്പനിയെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? ഇൻ ബിക്കമിങ് ദ ഡോമിനന്റ് കമ്പനി ഇൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിലെ ഡോമിനന്റ് കമ്പനിയായിട്ട് മാറാൻ സ്ട്രാറ്റജിക് ഇന്റന്റ് സഹായിക്കാറുണ്ട്. അതുപോലെ അൺസീറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി ലീഡർ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ലീഡറിനെ മലർത്തിയടിക്കാൻ സ്ട്രാറ്റജിക് ഇന്റന്റ് സഹായിക്കാറുണ്ട്. അൺസീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ആ പൊസിഷനിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുപോലെ ഡെലിവറിംഗ് ബെസ്റ്റ് കസ്റ്റമർ സർവീസ് ഇൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ തന്നെ ബെറ്റർ കസ്റ്റമർ സർവീസ്, ബെസ്റ്റ് കസ്റ്റമർ സർവീസ് ആര് പ്രൊവൈഡ് ചെയ്യണം? നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യണം, ഡെലിവർ ചെയ്യണം. Then turning new technology into products which is capable of changing the way of people work and their life. പുതിയ ടെക്നോളജീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അത് യൂസ് ചെയ്യത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. വായിച്ചു നോക്കിയാട്ടെ. സ്ട്രാറ്റജിക് ഇന്റന്റ്. വായിച്ചോ? പെട്ടെന്ന് വായിക്കണേ, ഉഴപ്പല്ലേ. പിന്നൊരു കാര്യം, ഹോംവർക്കുകൾ ചെയ്ത് അയക്കാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോണം. എനിക്കറിയാം സിറ്റുവേഷനൊക്കെ അറിയാം, ഓണമൊക്കെ ആയിരുന്നു, അതിന്റെ തിരക്കിലായിരുന്നു എന്നറിയാം. അത് കുഴപ്പമില്ല. നിങ്ങൾ കുറെ പെൻഡിങ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് അയച്ചോളൂ. ഒരു പ്രശ്നമില്ല, ഞാൻ വഴക്കൊന്നും പറയില്ല. അയക്കുമ്പോൾ PDF ആക്കി അയച്ചോണം, എന്നാലേ എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. തീരാറായി. ഈ പോളിസി എന്താണെന്ന് പറയണം, അതിനുശേഷം ടാക്ടിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും കേട്ടോ. എന്താണ് പോളിസി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് പോളിസി? എ പോളിസി ഈസ് എ ബ്രോഡ് ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ ആണ് പോളിസി എന്ന് പറയുന്നത്. ദാറ്റ് ലിങ്ക്സ് ദ ഫോർമുലേഷൻ ഓഫ് എ സ്ട്രാറ്റജി വിത്ത് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. ഒരു സ്ട്രാറ്റജിയുടെ ഫോർമുലേഷനിൽ തുടങ്ങി അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ വരെ പല ഇടങ്ങളിൽ ഈ ഒരു പോളിസി ഓർഗനൈസേഷനെ സഹായിക്കാറുണ്ട്. Companies use policies to make sure that employees throughout the organization make decisions and take actions that support the corporation's missions, objectives and strategies. കമ്പനി പല സ്ഥലങ്ങളിൽ, പല ഏരിയകളിൽ പോളിസീസ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം ഉറപ്പുവരുത്തണം. എന്തുറപ്പുവരുത്തണം? ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും അവരുടെ ഡിസിഷൻസ് എടുക്കുന്നത്, അവരുടെ ആക്ഷൻസ് അവർ ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേറ്റിന്റെ മിഷനും ഒബ്ജക്റ്റീവ്സും അതുപോലെ സ്ട്രാറ്റജീസിനും ഒക്കെ അനുസൃതമായിട്ടാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനാണ് കമ്പനീസ് പോളിസീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പോളിസിയുടെ മീനിങ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് വായിച്ചു വിടുക. ടെക്സ്റ്റിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കൂടെ റെഫർ ചെയ്യാം കേട്ടോ. കൂടുതൽ എഴുതണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൂടെ റെഫർ ചെയ്തോളൂ. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചിലത് കോപ്പി പേസ്റ്റ് ആണ്, നിങ്ങൾ അതിൽ നിന്ന് നോട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. വായിച്ചെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഏരിയയിലേക്ക് പോവാം. ടാക്ടിക് ഓർ എ പ്രോഗ്രാം. എന്താണ് ടാക്ടിക് അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
എ ടാക്ടിക് ഓർ എ പ്രോഗ്രാം ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓർ എ സ്റ്റെപ്സ് നീഡഡ് ടു സപ്പോർട്ട് എ സ്ട്രാറ്റജി. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ ക്രിക്കറ്റ് കളി കാണുന്നവരാണോ? കാണുന്നവരാണ് എന്നുള്ള ഒരു ആന്റിസിപ്പേഷനിലാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. കാണാത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ മനസ്സിലായേക്കും എന്താ ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു. ലാസ്റ്റ് വിക്കറ്റ് ആണ്. ജയിക്കാൻ 6 ബോളിൽ 15 റൺ വേണം. ഒരു ഓവറിൽ 15 റൺ വേണം. ലാസ്റ്റ് വിക്കറ്റ് ആണ്. ഒരു ഓവറിൽ 15 റൺ വേണം. അപ്പോ ലോവർ ഓർഡറിലുള്ള ഒരു ബാറ്റ്സ്മാൻ, അതായത് ഒരു ബോളറാണ് ബാറ്റിങ്ങിനായിട്ട് കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ, ബോളിംഗ് ടീമിന്റെ ക്യാപ്റ്റന് സ്പിന്നറിനെ കൊണ്ടുവരികയാണ് എറിയിക്കാൻ. അത് അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ്. സ്പിന്നറിനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഈ സ്പിന്നറൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ലോവർ ലെവൽ ബാറ്റ്സ്മാനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങും പോകില്ല, സിക്സ് ഒന്നും പോകില്ല, അപ്പൊ ക്യാച്ച് പോകും. അങ്ങനെ വിക്കറ്റ് കിട്ടി ജയിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്പിന്നറിനെ കൊണ്ടുവരികയാണ്. അത് അയാളുടെ സ്ട്രാറ്റജിയാണെന്ന് ഞാൻ പറഞ്ഞു. സെയിം ടൈം ഓവർ തുടങ്ങുന്നതിന് മുമ്പ്, ബോൾ എറിഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്യാപ്റ്റൻ ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യായിരുന്നു. അതായത് അങ്ങ് ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുമായിരുന്നു. അയാൾ സ്ലിപ്പായിട്ട് വന്നു, അതായത് കീപ്പറിന്റെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അതെന്താണ്? ടാക്ടിക്കാണ്. ടാക്ടിക്കൽ ചേഞ്ച് വരുത്തിയതാണ്. അപ്പൊ നമ്മുടെ ബോളർ എറിയുന്നു, ബാറ്റ് അങ്ങോട്ട് വെച്ചു, കറക്റ്റ് സ്ലിപ്പിൽ ക്യാച്ച്, ഔട്ടായി, കളി ജയിക്കുകയും ചെയ്തു. അവിടെ ഒരു സ്ട്രാറ്റജിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ആക്ടിവിറ്റി, ഒരു 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 സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ടാക്ടിക് എന്ന് പറയുന്നത്. ലോങ് ഓണിൽ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് വന്ന് അവിടെ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തു, കൃത്യമായിരുന്നു, ക്യാച്ചിങ് കിട്ടി. ഇതൊരു ടാക്ടിക്കൽ ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് സംഗതി. ഓക്കെ, വേറൊന്നും പറയാനില്ല. ദ ടേംസ് ആർ interchangeable. In practice, a program is a collection of tactics, where a tactic is the individual action taken by the organization as an element of the effort to accomplish a plan. ഒരു പ്ലാൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ആണ് ടാക്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം, സ്റ്റഡി മെറ്റീരിയൽ വായിക്കണം. വായിച്ചതിന് ശേഷം മാത്രം നമ്മുടെ നോട്ടുകൾ ഉപയോഗിക്കുക. ഇതിലെല്ലാം ഉണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടിയൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവര് തീർച്ചയായിട്ടും ടെക്സ്റ്റ് കൂടി വായിച്ചിട്ടേ പോവും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത മൊഡ്യൂളുമായിട്ട് മീറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ബൈ.